ഈ മാസം ആദ്യമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ള സിനിമ ഇറങ്ങിയത്. ഓണം റിലീസായിട്ടാണ് സിനിമ വന്നത്. ഞാൻ പക്ഷേ എൻ്റെ കുറച്ച് പരിപാടികളിൽ ബിസി ആയി പോയതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ഇന്നാണ് സിനിമ കണ്ടത്. എപ്പോഴും സിനിമ കാണണമെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ എൻ്റെ സഹോദരനായിട്ട് പോയി സിനിമ കണ്ട്. എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഇനിയും സിനിമ കാണാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. അത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും പോയി പടം കാണാം. കാരണം എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥയാണ് ഈ ഒരു സിനിമയിൽ ഡൊമിനിക് അരുൺ ഒരുക്കി വെച്ചേക്കണത്. ഡൊമിനിക് അരുൺ തന്നെയാണ് എഴുതിയേക്കണതും സംവിധാനം ചെയ്തേക്കണതും. ഏറ്റവും മികവാർന്ന രീതിയിലാണ് ആ സംവിധാനം വന്നേക്കണത്. പിന്നെ പറയാനാണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ JXB ജോയിയുടെ സംഗീതം വരുന്നുണ്ട്. അത് വളരെ നമ്മളെ ഈ അതിലോട്ട് ചേർത്ത് നിർത്തും ആ സിനിമനോട്. അത്രയും മികച്ച ഒരു സംഗീതമാണ് പുള്ളി ആ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കണത്. പിന്നെ പറയാനാണെങ്കിൽ നിമിഷ് രവിയുടെ ആ വിഷ്വൽസും ഏറ്റവും ഭംഗിയാണ് ആ സിനിമക്ക് നൽകിയേക്കണത്. ഏറ്റവും മികച്ചൊരു ഭംഗി. പിന്നെ പറയാനായിട്ടുണ്ടെങ്കിൽ എഡിറ്റിങ്, ചമ്മൻ ചാക്കോൻ്റെ എഡിറ്റിങ്, അത് സിനിമന അവസാനം വരെ ആ എഡിറ്റിങ് കൂട്ടിയിണക്കി അവിടെ വരെ എത്തണത് അത് ഏറ്റവും മികച്ചതാണ്. പിന്നെ പറയാനാണെങ്കിൽ കല്യാണി പ്രിയദർശൻ, ആ ഒരു ഹീറോയിനാണ് ഈ സിനിമയുടെ നെടുന്തൂൺ. കല്യാണി പ്രിയദർശൻ അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ ഓഡിയൻസിലേക്ക് തന്നേക്കണത്. ഏറ്റവും മികച്ചതായിരുന്നു, ഏറ്റവും ഭംഗിയായിരുന്നു അവരെ ഇതിൽ കാണാൻ തന്നെ. പിന്നെ പറയാനാണെങ്കിൽ നസ്ലിൻ, നമ്മുടെ ചന്തു സലിംകുമാർ, അരുൺ, അവരുടെ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ആളുകളിൽ അത്രയും രസം ഉണ്ടാക്കി. പിന്നെ അതുകൂടാണ്ട് കുറച്ച് ക്യാരക്ടർ വരുന്നുണ്ട് ഈ സിനിമയിൽ. എന്താ പറയാ, നമുക്കറിയാവുന്ന ഒരു പണ്ട് തുടങ്ങി നമ്മളെല്ലാവരും കേട്ടു വന്നേക്കണ ഒരു സ്റ്റോറിയാണ്. പക്ഷെ അവര് ആ കഥകൾ ചേർത്ത് വെച്ച് അവര് ഏറ്റവും മികവാർന്ന ഒരു കഥ ഇതിനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു അടിത്തറ. അത്രയും നല്ല, നമുക്കത് കാണുമ്പോൾ തോന്നിപ്പോവും. അതിനുവേണ്ടി അരുൺ ഡൊമിനിക്കിനെ സാൻഡി എന്നുള്ള ഒരു ആക്ട്രസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരും അവരുടെ കാര്യം അത്രയും ഭംഗിയായിട്ട് ചെയ്തു. എന്താന്ന് വെച്ചാൽ ഇതിന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അവർ ചെയ്തേക്കണം. ഏറ്റവും ഭംഗിയായിട്ട് സമയം എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമ്മളിലേക്ക് വന്നപ്പോൾ അത്രയും മികവാർന്ന് വന്നേക്കണം. പിന്നെ പറയാനാണെങ്കിൽ കുറേ ആളുകളുണ്ട് ഇതിനകത്ത്. കോസ്റ്റ്യൂംസും കാര്യങ്ങളും അത് ഭംഗിയാണ്. ആക്ഷൻ സീനുകൾ അത് ഭംഗിയാണ്. ഇതിനകത്തെല്ലാം അത്രയും രസമായിട്ട് വർക്ക് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ചെറിയ കാലം കാണിക്കുന്നുണ്ട്. ആ സമയത്തുള്ള ആ പെൺകുട്ടിയുടെ റോൾ ചെയ്തേക്കണം. അവരും അത്രയും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം ഭയങ്കരമായിട്ട് ടച്ചിങ് ആവും ഈ സിനിമ കാണുമ്പോൾ. പിന്നെ പറയുകയാണെങ്കിൽ സാൻഡി മാസ്റ്ററിൽ തമിഴ് നടൻ, ആ പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളിയും അത്രയും അങ്ങനത്തെ ഒരു മികവാർന്നൊരു ക്യാരക്ടറാണ്. ഇത് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ടാൽ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഞാൻ ഇപ്പം അവസാനത്തെ ആഴ്ചയല്ല ചെല്ലണം. സിനിമ ഇറങ്ങിയത് ഈ മാസം ഫസ്റ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ ചെല്ലണത് അവസാനത്തെ ആഴ്ചയിലാണ്. ഇപ്പോഴും തിയേറ്ററിൽ ഫുൾ ആളുകളാണ്. അത്രയും നല്ലൊരു സിനിമയോണ്ടാണ് ഇത്രയും പിടിച്ചിരിക്കാൻ പറ്റണത് സിനിമക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും മികച്ച സിനിമയാണ് ലോക.